അടിക്ക് അടിക്ക് അടിക്ക്. അവിടെ അടിച്ച്. അല്ല ഇവിടെ അടിച്ച്. അല്ലല്ല ഇല്ല ഇവിടെയാണ്. ഞാനൊരു സൗണ്ട് കേട്ട് എണീറ്റ് നോക്കിയപ്പോ ആ സൗണ്ട് അല്ല. ഞങ്ങളതിനൊന്നും വിചാരിച്ചില്ലല്ലോ. അവളുടെ മുടി എന്റെ കാലുമ മേത്ത് ഇങ്ങനെ തട്ടി ഒരസുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ കർത്താവേ. ശരിക്കും ഉണ്ടായതാ? അസിനെ ചിരിക്കല്ലേ? അത് വേറെ ഒരു ആൻസർ പറഞ്ഞില്ലേ? എടാ നിനക്ക് ഭയങ്കര ബുദ്ധി കേട്ടോ. മാൻ KGF-ലെ വില്ലന്റെ മുഖം വെച്ചിട്ട് ഇങ്ങനെ കാണിക്കരുത്. ഓ മൈ ഗോഡ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ഗായ്സ്? എനിക്ക് അറിയത്തില്ല. 1000 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. സിംഹം സ്പീഡിൽ ഓടിയോണ്ടാന്ന ഉത്തരം പോലീസ് സ്പീഡിൽ ഓടിയോണ്ട്. ഒന്നുമില്ല, നിന്റെ ഫുട്ബോൾ റീൽസിലൊക്കെ ലൈക്ക് ചെയ്യുന്ന നമ്മള്. കുസൃതി ചോദ്യമല്ലോ, കണ്ണൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? കണ്ണ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ? ഹലോ ഹായ് യെസ്. അപ്പം നമ്മളുടെ ജിഞ്ചർ മീഡിയയുടെ ഒരു വെരി ന്യൂ എപ്പിസോഡ് എന്നാ താൻ ബെസറടി എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡാണ് നമ്മളുടെ ഇന്നത്തെ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ബെസറടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ കിടിലം ടീംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹാരാജ ഹോസ്റ്റലിന്റെ ക്രൂ മെമ്പേഴ്സ് ആണ്. യെസ്, അഖിൽഷ ഉണ്ട്, ആൻമരി അഖിലൻ ആൻമരി ഉണ്ട്, സന്ദീപ് ഉണ്ട്, അഖിൽഷ ഉണ്ട്, മാമനും പിന്നെ മാമനും തൽക്കാലം ഇപ്പൊ ഞാനാ മോൻ. കുറച്ച് നേരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ പറയൂ ആ വിശേഷം. അഖിലേ, എന്തുണ്ട് വിശേഷങ്ങൾ? പറയൂ. നല്ല വിശേഷം. അഖിൽ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ നോക്കിയപ്പോ മറ്റേ ക്രിക്കറ്റൊക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത്. പറയൂ. നല്ല വിശേഷം. വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ ഹോസ്റ്റൽ മൂവിയാണല്ലോ ഏറ്റവും വിശ്വാസം. വിശ്വാസം കുറെ ഇന്റർവ്യൂ കൊടുത്തു. അപ്പൊ അതിന്റെ ഒരു ക്ഷീണത്തിലേക്ക് നിൽക്കുകയാണ്. ഈ ഒരു ഫിലിമിനെ പറ്റി ആരാണെന്ന് പറയുന്നത്? ഒരു ഹോസ്റ്റൽ ലൈഫ്, പിന്നെ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഇതിനെ കണ്ടിരുന്നു. നിങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് പിള്ളേരൊക്കെ ആയിട്ടിരിക്കുന്നത്. പറയൂ. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജേണറാണ്, ഹൊറർ കോമഡിയാണ്. ഇപ്പൊ നമ്മൾ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് വരിക മറ്റേ അടികപ്പിയരെ കൂട്ടമണി പോലെയാണോ എന്നുള്ള ആ ഒരു കമ്പാരിസൺ എപ്പോഴും വരുന്നുണ്ട്. പക്ഷെ ഇത് എൻ്റെർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കുറേ ട്വിസ്റ്റൊക്കെ ആയിട്ട് ഹൊറർ എലമെൻറ്റും ഫൺ എലമെൻറ്റും എല്ലാം കൂടെ ബാലൻസ് ആയി പോകുന്ന, ഇടയ്ക്ക് കുറച്ച് സീരിയസ് ആവുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്. ഹോസ്റ്റലിനെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഒരു മൂവി അല്ല, ഹോസ്റ്റലിനെ ലിങ്ക് ചെയ്ത് വേറൊരു തരത്തിലുള്ള ഒരു പ്രത്യേക സ്റ്റോറിയിലൂടെ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. മെഹർ ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാം. ഓക്കെ, ആരോടാന്നുണ്ടോ? ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ആദ്യം ബസ് അടിക്കുന്ന ഈ ചോദ്യം വന്ന് കൃത്യമായി കേട്ട് അറിയാമെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ബസ് അടിക്കുക. അറിയത്തില്ലെങ്കിൽ അടിക്കരുത്, നിങ്ങളുടെ ചാൻസ് പോയി. കേട്ടല്ലോ ആൻമറിയെ കേട്ടല്ലോ. എന്നോട് ഇനി ബസർ അടിച്ച് ഒറ്റ ഉത്തരേ പറയാൻ പറ്റുള്ളൂ, രണ്ടാമത് ഉത്തരം പറയരുത്. ബസർ അടിച്ച് ആ 10 സെക്കൻഡ്സേ ഉള്ളൂ ചാൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. കണ്ണൂരിലും ഞാനുണ്ട്, ബഹിരാകാശത്തും ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്, ആരാണ് ഞാൻ? ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കണ്ണൂരിലും ഞാനുണ്ട്. 10 സെക്കൻഡ്. കായാണോ? കറക്റ്റ് ആൻസർ. എങ്ങനെ മനസ്സിലായി? ആദ്യം വേറെ ഒരു ആൻസർ പറഞ്ഞില്ലേ? എടാ മാമ, ഒരു റൂ കേട്ടില്ലേ? പോട്ടെ പോട്ടെ, അവർക്ക് പോയിന്റ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഇവർക്ക് നമ്പർ ചൂസ് ചെയ്യാം. ഏത് നമ്പറാ വേണ്ടേ? 3. അപ്പൊ മെഹ്റാൻ എടുത്തു കൊടുത്തു. 7-10 ചിലപ്പോ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം കാണിക്കരുത്. എടുക്കട്ടെ? എടാ ഇതായിട്ട് എടുക്കണ്ട, ഇങ്ങനെ എടുത്തു വെച്ചോ. സന്തോഷം, ഞാൻ തന്നെ കാണിക്കാം. ഓക്കെ, അപ്പൊ എന്റെ എതിർ ടീമായിട്ടുള്ള അഖിൽ NRD നയിക്കുന്ന ടീമിന് കാ എന്ന ഉത്തരത്തോടു കൂടി കറക്റ്റ് ആൻസർ പറഞ്ഞ ടീമിന് 10 പോയിന്റ് കിട്ടിയിരിക്കുന്നു. പറയട്ടെ, ഇതിന്റെ വില വെറും 10 രൂപ മാത്രം. അപ്പൊ ഇനി പണിഷ്മെന്റ് ടൈം. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അത് ഏതെങ്കിലും പറയാത്ത സ്റ്റോറി, നിങ്ങൾക്ക് അറിയാതെ കള്ളത്തരം സ്റ്റോറി ആയിരിക്കാം, അത് പറയിപ്പിക്കാം.
അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കാം. അല്ല നമുക്ക് മറ്റേ ഇത് പറയിപ്പിച്ചാലോ, മറ്റേ പ്രേതത്തിന്റെ കഥ. പ്രേതത്തിന്റെ കഥ ഫണ്ണി ആയിട്ട് പറയണം. ശരി, പ്രേതത്തിന്റെ കഥ ഫണ്ണി ആയിട്ട് പറയണം. നല്ല ടാസ്ക്. അമ്മായിടെ പിടിച്ചു. അമ്മായിടെ ആണോ അതോ മറ്റേത് വേണോ? അമ്മായിടെ മതിയല്ലേ? അല്ല, ഹോട്ടലിലെ ഒരു വെറൈറ്റി കഥ. ഹോട്ടലിലെ കഥയാ? ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒരു കല്യാണത്തിന് പോയി. തിരുവനന്തപുരത്തേക്ക് കല്യാണത്തിന് പോയി. തിരുവനന്തപുരം ഞങ്ങൾ 4 പേരായിരുന്നു. അതിലൊരു കപ്പിളും പിന്നെ ഞങ്ങൾ 2 പേര് സിംഗിൾ ആയിട്ടുള്ള 2 ആൾക്കാരും. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒറ്റ റൂമാന്ന് ഇവര് എടുത്തു തന്നിരുന്നേ. 4 പേർക്ക് ഒറ്റ റൂം. അതായത് അപ്പൊ തന്നെ ഊഹിക്കാലോ എന്താണ് ഊഹിക്കണ്ടേ? പ്രൈവസി ഇടയ്ക്ക് കയറി കിടന്നു. അങ്ങനെ അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഏർലി മോർണിംഗിലാണ് അവിടെ എത്തിയത്, ട്രിവാൻഡ്രത്ത് എത്തിയത്. അപ്പൊ ആ കല്യാണം ഉച്ചക്കാണല്ലോ. അപ്പൊ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് സാവധാനം പോവാ വിചാരിച്ചു നമ്മൾ കടന്ന് എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഞാനൊരു സൗണ്ട് കേട്ട് എണീറ്റ് നോക്കിയപ്പോ ആ സൗണ്ട് അല്ലേ? അല്ല നിങ്ങളെ മാമൻ പറഞ്ഞു അത് ആ സൗണ്ട് അല്ലട്ടോ പറഞ്ഞു. ഒരു ഗ്ലാസ് ഒക്കെ തെറിക്കുന്ന പോലത്തെ സൗണ്ട്. ചില്ലി ഗ്ലാസ് അല്ല, സ്റ്റീൽ ഗ്ലാസ്. അത് ഞാൻ വിട്ടുപോകാൻ മറന്നതാണ്. അങ്ങനെ ഒരു ഞാൻ എണീറ്റ് നോക്കിയപ്പോ എന്റെ കാലിലോട്ടിലൊരു പെണ്ണ് ഇരിക്കുകയാണ്. പെണ്ണ് ഒരു രൂപം, ഒരു സ്ത്രീ രൂപം എന്റെ കാലിലോട്ടിൽ ഇരിക്കുക. അവൾക്കാണെങ്കിൽ കുറെ മുടിയൊക്കെ ഉണ്ട്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. അവളുടെ മുടി എന്റെ കാലുമ മേത്തിങ്ങനെ തട്ടി ഉരസുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് അതിന്റെ മുടി എന്റെ കാലുമ തട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവരെല്ലാരും തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട്. കപ്പിള് മേലെ ബെഡിൽ കിടക്കുന്നുണ്ട്, ഞാൻ താഴെയാണ്, ഫ്രണ്ട് അപ്പുറത്തുണ്ട്. പക്ഷെ എനിക്ക് ഇവരെ വിളിക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ണടച്ച് കടന്നപ്പോൾ ഇതിന്റെ മുടി എന്റെ കാലുമ തട്ടുന്ന ഫീൽ എനിക്ക് നല്ലോണം വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ മുടി അങ്ങനെ കാണാതെ ഇങ്ങനെ പറയാൻ പറ്റൂ. അപ്പൊ ആ സാധനം കുറച്ച് കഴിഞ്ഞപ്പോ അത് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സാധനം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എണീറ്റ് നോക്കിയപ്പോ ആരുമില്ല. പിറ്റേന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് പോണതിൻ്റെ ഇതിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ്, കപ്പിളല്ലാത്ത മറ്റേ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ട്. പാവം പറഞ്ഞത് സ്ലീപ്പിംഗ് പാരലൈസ് ആയിരിക്കും, അങ്ങനെ കാര്യമാക്കൊന്നും വേണ്ട, എല്ലാവർക്കും നോർമലായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ റൂമിൽ തന്നെയാണ് സ്റ്റേ ചെയ്തേ രാത്രി. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോരുന്ന സമയത്ത് കപ്പിളത്തെ ഹസ്ബൻഡ് പറഞ്ഞ്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട് എൻ്റെ കാലിലോട്ട് ഇതുപോലെ ഒരു മുടിയുള്ള പെണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ പുള്ളി പറഞ്ഞതും ഞാൻ പറഞ്ഞു തമ്മിൽ എന്തോ ഒരു. അപ്പൊ ഇത് ശരിക്കും ആരായിരുന്നു അറിയില്ല. പുള്ളി പറഞ്ഞത് പുള്ളി കപ്പിളുണ്ടല്ലോ. പെണ്ണാ നമുക്ക് അത്രയും മുടിയുള്ള ചിലപ്പോ ആണാവാൻ അറിയില്ല. ഷീതപ്പൻ ആദ്യം പറഞ്ഞപ്പോ നല്ല എഫക്റ്റ് ആയിരുന്നു. കാരണം ഇതൊരു 10 വട്ടം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കോമഡി. കേട്ടിട്ട് അവൻ വീട്ടിലൊറ്റയ്ക്കല്ല ഇപ്പൊ കിടക്കുന്നത്, റൂം എടുത്ത് കിടന്നുറങ്ങി. അതെ അതെ, ഒറ്റയ്ക്ക് പറ്റില്ല അവന്. അളിയൻ പേടിച്ചു എന്റെ ഈ കഥ കേട്ട്. ചിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ പേടിയാ. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ആൽക്കഹോൾ എത്തിക്കഴിഞ്ഞാൽ അത് തലച്ചോറിനെ ബാധിക്കാൻ കൃത്യമായി എത്ര സമയം എടുക്കും? മദ്യമായോണ്ട് ഇവർക്ക് സന്ദീപിന് പറയാൻ പറ്റും. അല്ല, ഇങ്ങനെ ചോദിക്കാം. ഞാനൊരു 10 മിനിറ്റ്. തെറ്റ്. 15 മിനിറ്റ്. തെറ്റ്. 28 മിനിറ്റ്. തെറ്റ്. അല്ല, ക്ലോസ് ആയി കഴിഞ്ഞ സമ്മാനം ഉണ്ടോ? ചൂടുണ്ടെങ്കിൽ കറക്റ്റ് പറയണം. നേരത്തെ കുറച്ച് ചൂടുണ്ടായിരുന്നു. ഏത് ഇതിന് മുന്നേ നമ്മൾ എന്താ പറഞ്ഞു? 4 അല്ല. 3 അല്ല. എനിക്ക് 4 മിനിറ്റ് അല്ല. 2. ഇത് ആദ്യം കറക്റ്റ് ആകുന്നവർക്ക് ബോക്സ് എടുക്കാം. 12. അല്ല, ഫോൺ ഫ്രണ്ട് ഉപയോഗിക്കാൻ. അവന്മാർക്കൊന്നും അറിയാൻ വഴിയില്ല. അല്ല, ചോദിച്ചു. ഒരു ക്ലൂ 10ന്റെ താഴെയാണോ? ഫോൺ ഫ്രണ്ട് വിളിക്കാം. വിളിക്കൂ, ഫോൺ ഫ്രണ്ട്. ആർക്കും അറിയില്ല. കള്ളു കുടിക്കുന്ന ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കള്ളു കുടിക്കണമെന്നില്ല. ദിസ് ഇസ് ജനറൽ നോളജ് ബ്രോ. കം ഓൺ. 22. ബ്രോയ്ക്ക് അറിയോ? ഇല്ല, എനിക്കറിയാം. ഞാൻ 8 മിനിറ്റ്. ഞാൻ പറഞ്ഞുതരാം. 7 മിനിറ്റ്. അല്ല, ഞാൻ 6. 6 പറഞ്ഞില്ലായിരുന്നോ? ഇല്ലേ? ഓക്കെ ഓക്കെ, 6ന്റെ അടുത്തോട്ടെ. പിടിക്കുമല്ലോ. ഇതേ ഇവിടെ ഇരിക്കണ 6. പെട്ടെന്ന്
ഓ മൈ ഗോഡ്, നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ഗായ്സ്? എനിക്ക് അറിയത്തില്ല. 1000 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. എന്ത് പറയണം? അല്ല നിങ്ങളിപ്പോ ഇനി ഫുഡ് കഴിച്ചോ കേട്ടോ. ഇത് പൈസ ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫിഫയിലെ ഏതാ ടീം? ബ്രസീല്. ബ്രസീല്. അർജന്റീന. 5 കളിക്കാരുടെ പേരായിരിക്കും. അല്ല, അതൊന്നുമല്ല. ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ലോകകപ്പ് ചരിത്രത്തിൽ മാത്രം സ്വന്തമായുള്ള മെസ്സിക്കോ പെലേക്കോ പോലും ഇല്ലാത്ത അപൂർവ റെക്കോർഡ് എന്താണ്? ഇത് കുസൃതി അല്ലല്ലോ. കുസൃതിയല്ല. അടിക്കട്ടെ. കുസൃതിയല്ല. ഒരു കുസൃതിയായിട്ട് തോന്നുന്നില്ല. അടിച്ചോടാ. 10 1 വാലന്റീൻ 2 മെസ്സിക്കില്ലേ ബാലന്റീനോ? ഇല്ല. പോയി ഉത്തരം പോയാൽ ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിച്ചതാണോ? കളിച്ചത് അതെ. അല്ല. അതുമില്ലേ? പുരസ്കാരമാണോ അതോ റെക്കോർഡാണോ? റെക്കോർഡ്. ഗോള് 5 6 അതല്ലേ 6 ഗോൾ അവിടെ പറഞ്ഞു. ഇനി പറഞ്ഞ നീ എന്താ പറഞ്ഞ? ഗോളെന്ന് പറഞ്ഞില്ലേ? ഇല്ല പറഞ്ഞില്ല. 6 ഫിഫയിലാ. ഗോളാണോ? ഓക്കെ ഗോളെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞില്ല 11. അതുമല്ലേ ആൻസർ? എത്ര ഗോള് പറയണം? അല്ലാതില്ല. 800 സംതിങ്. 4 സംതിങ് ഇല്ല. 861. 106. 7 8 9 അതിന്റെ ഉത്തരത്തിൽ അതില്ല. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഉത്തരം വ്യത്യസ്ത ലോക കപ്പുകളിൽ ഗോൾ അടിച്ച ഒരേ ഒരു താരം. അപ്പൊ കറക്റ്റ് ആൻസർ. ഓക്കെ പോട്ടെ. ഒരു 1000-നുള്ള പോയിന്റ് എടുത്തതാ. അയ്യോ ഇതിനിവിടെ ആ വ്യത്യസ്ത ലോകകപ്പ് എന്ന് പറയുന്നതേ എണ്ണമാണ്, ലോകകപ്പിന്റെ എണ്ണാണ് ഉദ്ദേശിച്ചത്. നീ പറഞ്ഞ ഉത്തരം എന്തായാലും തെറ്റാ. അല്ല ഗോൾ ഇത് ഓക്കെ. 18 ഏതെങ്കിലും ചെറിയൊരു സംഭവം 18. 18. പൂജ്യമാണോ? അല്ല. ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. ലാലേട്ടൻ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് കായിക രംഗത്ത് വലിയൊരു നേട്ടം കൈവരിച്ചിരുന്നു. സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഏത് കായിക ഇനത്തിനാണ് ചാമ്പ്യൻ ആയിരുന്നത്? ഏതാണ് പോയിന്റ്? പോയിന്റ് നീ പറഞ്ഞു. എന്നാ 10 മതി. ഓ വാവ്, ഭയങ്കര ലക്കാട്ടോ. വണ്ടർഫുൾ. നമ്മുടെ ടീമിനെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രേസി ഫെലോ. 1600. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകകപ്പ് ചരിത്രത്തിൽ 5 വട്ടം ചാമ്പ്യന്മാരായ ഒരേ ഒരു രാജ്യം ബ്രസീലാണ്. ബ്രസീലാണ്. എന്നാൽ അവര് കപ്പടിച്ച ഈ 5 ഫൈനൽസിലും അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എന്താണ്? അതുണ്ടായിരുന്നെങ്കിൽ അവര് ഹാപ്പി ആയനെ. തോക്കാത്തതാണോ? അല്ല, അവിടെ പറ്റാത്തതാണല്ലോ. അവർക്ക് ഇങ്ങനെ ആ കപ്പ് ഇങ്ങനെ ഉയർത്താൻ പറ്റാത്ത അതൊക്കെ ഉയർത്തി കാണുമല്ലോ അല്ലേ? ഗോൾഡൻ ബൂട്ട്സ് കിട്ടിയില്ലേ? അല്ല. സീരിയസ് ആണോ? ഫണ്ണിയാണോ? സീരിയസ് ആണോ? സീരിയസാ? ക്രിക്കറ്റിലൊക്കെ ഇത് വലിയ അഭിമാനമാണ്. അവരെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരിക്കില്ല. വേൾഡ് കപ്പ് കൊണ്ടുപോകാൻ പറ്റാത്തതാണോ? ഇല്ല. ഒരു ക്ലൂ തരാം. ഏതൊരു ടീമിനും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ സമയത്താണ്, ജയിക്കുന്നതിലുപരി. ഈ കപ്പ് ഉയർത്തുന്നതുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. പക്ഷേ അല്ലല്ല, ഷാമ്പെയിൻ പോടുന്നു അടി. ഹോം ഗ്രൗണ്ടിലെ കളി കറക്റ്റ്. അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടാണ് വെല്ലോടത്തും പോയി ജയിച്ചിട്ടല്ലേ? സാറില്ല, നിങ്ങൾ എടുത്തോ. എന്തായാലും 15 ഒക്കെ കിട്ടുള്ളൂ. എടുത്തോ. പറഞ്ഞോ. 9. 100 കിട്ടിയില്ലേ അത്? വെച്ചോ. എന്തായാലും മുട്ട പപ്സ് വാങ്ങാനുള്ളതുണ്ട്. ഇനി ഇവർക്കൊരു ടാസ്ക് കൊടുക്കാം. എന്തെങ്കിലും ഇവിടെ ഒന്ന് ചെയ്യാൻ ഒരു ടാസ്ക് കൊടുക്കാം. ഇല്ല, അല്ലെ കൊണ്ടുവരാണ്ട് നല്ല പാട്ട് പാടിക്കും. മാമന്റെ ഒരു പാട്ട്. മാമന്റെ ഒരു പാട്ട്. പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதான் ஒரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் வாசல்
என் வாசல் என் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதான் ஒரு പൂവിൻ മടൽ. വെരി ഗുഡ്. അതിനുവേണ്ടി ഏത് ബോക്സ് ആണ്? അതെന്തിനാ? ആ ഉണ്ട് അതിനുണ്ട്. അങ്ങനെ വേണ്ട, അത്ര വേണ്ട. ഇവന് 2 ബോക്സ് കൊടുക്കണ്ടേ? അവരുടെ മെയിൻ ശരി, ബുദ്ധിയാണ്. അടുത്ത ചോദ്യം. 2-നേക്കാൾ വലുതും 3-നേക്കാൾ ചെറുതുമായ ഒരു സംഖ്യ ഏതാണ്? 2.5. നോ. തെറ്റി. 10 ഇനി 10 ഉണ്ട്. 1 2 3 4 5 6 7 2 ടീമിനും അറിയത്തില്ലെങ്കിൽ ഫോൺ എ ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കാം ലൈവായി. ബുദ്ധിയുള്ള ഫ്രണ്ട്സ് ആരുമില്ല. ഒരു ക്ലൂ തരോ? 4 എനിക്കും അറിയത്തില്ലേ. ഇല്ലേ? അറിയാം. 6 സിമ്പിൾ ആണ്. 7 ബുദ്ധി ഉപയോഗിച്ചാൽ കിട്ടും. അതാ പ്രശ്നം. കുസൃതിയല്ലേ? ഇത് കുസൃതി ചോദ്യമായിട്ട് പോലും കണക്ക് കൂട്ടണ്ട. നിങ്ങളുടെ ലോജിക്കിൽ അത് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, എന്നാ ആലോചിക്കുക. ഒരു 5 മിനിറ്റ്. ക്യാമറ ഓഫ് 2-നേക്കാൾ ആയിക്കോട്ടെ. 10 ഇനി ഇവിടെ. വലുതും 3-നേക്കാൾ ചെറുതും. ഇനി ഇവിടെയാണ് 1 2 3 4 5 6 7 8 9 10 ഇനി ഇവിടെ. നിങ്ങൾ പറയല്ലേ? അവരും പാസ് ചെയ്ത് അറിയില്ലല്ലോ. ഞങ്ങള് പാസ് പണ്ടേ വിട്ടതാ. നമ്മള് വിട്ടു. 5 വേറെ ചോദിക്കേ. ഇത് മെഹറിന് മാത്രമേ അറിയത്തുള്ളൂ. കമോൺ മെഹറിൻ പറഞ്ഞോ. 8 എന്നാലും എന്ത് ഇതിന് ഉത്തരം കേൾക്കുമ്പോൾ ഇവരെ അടിച്ച് കൊല്ലും. ആണോ? 12 ആണ്. 12 പറയാനുള്ള കാരണം എന്താ? ഒരു ക്ലൂ തരാം. ആ ഇനി ചോദ്യം ചോദിച്ചാൽ ഞാൻ ക്ലൂ കൊടുക്കാം. ഓക്കെ. ക്ലൂ എന്റെ എക്സ്പ്രഷൻ ഇനി മനസ്സിലായി. ആർക്കും വേണമെങ്കിലും ബെല്ലടിക്കാം. 2-നേക്കാൾ വലുതും 3-നേക്കാൾ ചെറുതും ആയിട്ടുള്ള ഒരു സംഖ്യ. എന്താ? അതാണോ ക്ലൂ? എന്ത് മനസ്സിലായില്ല? ക്ലൂ ഒന്ന് കാണിക്കൂ. ക്ലൂ തന്നെയാണ് ക്വസ്റ്റ്യൻ. 2-നേക്കാൾ അങ്ങനെ 2-നേക്കാൾ വലുതും 3-നേക്കാൾ ചെറുതും. വലിപ്പം കൊണ്ട് വലുതാണോ? മൈനസ് വല്ലതും ആണോ? ഇവർക്കൊന്നും പറ്റൂല. നമുക്ക് പറയാം. അതാ പറയട്ടെ. അങ്ങനെ ഒരു സംഖ്യ ഇല്ല. ആ ചെരുപ്പൂരി എറിഞ്ഞ മെഹറിൻ അസിൻ മതി. അസിൻ മതി. ഓ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മള് അങ്ങനെയൊക്കെ അല്ല, ഇത് ഇവളുണ്ടാക്കിയതാണോ? അല്ല അല്ല അല്ല, ആ ചേട്ടൻ, ഡൗട്ട് ഉണ്ട്. ആ ചേട്ടൻ. അല്ലല്ല, മെഹറാണ് രാവിലെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്. പഠനങ്ങൾ അനുസരിച്ച് ഹോസ്റ്റലിലെ മോശം ഭക്ഷണം വിദ്യാർത്ഥികളിൽ എന്ത് കഴിവാണ് വർദ്ധിപ്പിക്കുന്നത്? എന്താ? പഠനങ്ങൾ അനുസരിച്ച് ഹോസ്റ്റലിലെ മോശം ഭക്ഷണം വിദ്യാർത്ഥികളിൽ എന്ത് കഴിവാണ് വർദ്ധിപ്പിക്കുന്നത്? എന്ത് കഴിവാണ് വർദ്ധിപ്പിക്കുന്നത്? ആ, കഴിവ് വർദ്ധിപ്പിക്കും. ഹോസ്റ്റലിലെ മോശം ദൂർത്തടിയാണോ? എന്താ? മോശം ഭക്ഷണം കാരണം എന്ത് കഴിവാണ് വർദ്ധിപ്പിക്കുന്നത്? നീ ചോദ്യം ഒന്നും വായിച്ചേ. പഠനങ്ങൾ അനുസരിച്ച് ഹോസ്റ്റലിലെ മോശം ഭക്ഷണം വിദ്യാർത്ഥികളിൽ ഏത് കഴിവാണ് വർദ്ധിപ്പിക്കുന്നത്? വർദ്ധിപ്പിക്കുന്നത് തന്നെയാണോ? അതെ, ഓക്കെ ഓക്കെ. വർദ്ധിപ്പിക്കുന്നത്. പൈസ ചെലവാക്കുന്നത് ഈ ഒരു കഴിവ് വർദ്ധിപ്പിക്കും. ഇത് ഇത് കുരുട്ട് ചോദ്യം. ലോജിക്കലാണോ? അല്ലല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഹോസ്റ്റലിൽ മോശം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്. ഗുണങ്ങൾ കിട്ടും? ഇത് പോസിറ്റീവാ, ശരിക്കും പോസിറ്റീവാ. നെഗറ്റീവ് അല്ലേ? വിശന്നിരിക്കാൻ പറ്റുന്ന കഴിവാണോ? അടിയൂ അടിയൂ. എന്തെങ്കിലും പറയാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ചെലവ് കൂട്ടുന്നത് ത്വര വർദ്ധിപ്പിക്കും. അല്ല അല്ല അല്ല. ഉറക്കം അല്ല. ഇവിടെ ഇത് മാത്സായിട്ട് ബന്ധപ്പെട്ടാണ്. മാത്സ് ആയിട്ട്. ഇതൊരു ഗുഡ് ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്കറിയാൻ ചാൻസ് ഇല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. വേണമെങ്കിൽ വാർഡിനൊക്കെ തെറി വിളിക്കാനുള്ള ത്വര വർദ്ധിപ്പിക്കും. കറക്റ്റ്. തെറ്റുത്തരം. തെറ്റുത്തരം. ഓപ്ഷൻസ് കൊടുക്കട്ടെ എന്നാല്. ഓപ്ഷൻസ് കൊടുക്കും. ഓപ്ഷൻ എ കായികക്ഷമത, ഓപ്ഷൻ ബി സംഗീത വാസന, ഒരു കിലോ ഓപ്ഷൻ സി കോപ നിയന്ത്രണം, ഓപ്ഷൻ ഡി സർഗാത്മകതയും പ്രോബ്ലം സോൾവിങ്ങും. അടിക്ക് അടിക്ക് അടിക്ക്. അവിടെ അടിച്ച്. അല്ല, ഇവിടെ അടിച്ചേ. അല്ലല്ല, ഇവിടെയാണ്. ഒന്നിച്ചടിച്ച് അല്ലല്ല, അവിടെ നീ പറഞ്ഞോ. രണ്ടുപേരല്ലോ കേട്ടോ. ലാസ്റ്റത്തെ സാധനം
സർഗാത്മക പ്രോബ്ലം വിശന്നിരിക്കുമ്പോ പ്രോബ്ലം നമുക്ക് കഴിവ് ഉണ്ടല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ പറഞ്ഞോ ആ അത് ഉത്തരവ് കഴിഞ്ഞ ശരി 3 പേരാണ് ഉത്തരം പറഞ്ഞത്. ശരി ഉത്തരവല്ലേ ശരി ഉത്തരം. ആണോ പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ഉത്തരം വെറും രണ്ടാമത്തെ ഉത്തരം ഇവിടെ ശരിയാകുന്നത്. നമ്മൾ പറഞ്ഞാലൊന്നും കിട്ടത്തില്ല. സ്വന്തമായിട്ട് പറയട്ടെ. ഏതെങ്കിലും ഒരെണ്ണം ഇട്. 2 ഓക്കേ 100. ഞങ്ങളില്ലേ ഈ കളിക്ക് ഞങ്ങൾക്ക് ശരിയല്ല. കളിച്ച സമയത്ത് ഇവിടെ വല്ലതും വന്ന് ഒളിഞ്ഞു നോക്കിയായിരുന്നു. ഞാൻ നോക്കിയിട്ടേ അല്ല ഇപ്പോ ഓക്കെ കുസൃതിയാണോ ആ അതെ ഓഫ് കോഴ്സ്. ബുദ്ധി ഉപയോഗിക്കരുത്. ഓക്കെ അത് ഒരു സിംഹവും ഒരു പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണമെന്ത്? പുലി സ്പീഡിൽ ഓടിയതുകൊണ്ടായിരിക്കും. അല്ല അങ്ങനല്ല. അങ്ങനെയല്ല. സിംഹം അല്ലേ തോറ്റേ? സിംഹം രണ്ടാമതായതുകൊണ്ടായിരിക്കും. അത് തന്നെ. അല്ല എന്നാ പിന്നെ അത് ബാക്കിലായി പോയി. സിംഹം തോറ്റ സിംഹം സ്പീഡിൽ ഓടിയോണ്ടാന്ന ഉത്തരം പുലി സ്പീഡിൽ ഓടിയോണ്ടാ പറഞ്ഞത്. പുലി സ്പീഡിൽ ഓടിയോണ്ട് എന്ന് പറഞ്ഞു. ഉത്തരം എന്നെ പറഞ്ഞത്. അല്ല സിംഹം രണ്ടാമതായതുകൊണ്ട് തോറ്റുപോയി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്ലോസ് ആൻസർ അവരുടെ അത് നീ ആ ടീം ആയതുകൊണ്ടാ. ഇത്രയും കിട്ടിയിട്ട് രണ്ടാമതായതുകൊണ്ടല്ലേ തോറ്റേ? 500, 600, 700. ഇവർ രണ്ടുപേരും സ്പീഡിൽ ഓടി. പക്ഷേ സിംഹം രണ്ടാമതായി പോയതുകൊണ്ട് തോറ്റുപോയി. രണ്ടുപേർക്കും പോയിന്റ് എടുക്കാം. അത് വേണ്ട. നോക്കാം. ഫസ്റ്റ് ഞാനല്ലേ പറഞ്ഞേ. കേട്ടോ മേരെ ഭാഷ അടിച്ചില്ലേ? അല്ല, അവരെടുത്തോട്ടെ. നിങ്ങൾ നശിച്ചു, നിങ്ങൾ എടുത്തോ. അഖില പറഞ്ഞു ഏത് ബോക്സാ വേണ്ടേ? 4. ഇതാ ഒരു കസറി. മക്കളെ പോയിന്റ് പറഞ്ഞോ. നിരത്തി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. 910. നിങ്ങൾക്ക് എത്രയുണ്ട്? നമുക്ക് കുറേ ഉണ്ട്. അവർക്ക് വണ്ടി നമ്പറാ 800, 600, 700. ഞങ്ങൾക്കൊണ്ട് സമ്മാനം. അത് നമുക്ക് കൊടുക്കാന്ന് നമ്മൾ ഉത്തരം പറഞ്ഞോ. എടുക്കെടുക്കെടുക്ക. നമ്മളല്ലേ ആദ്യം പറഞ്ഞു ഈ ബെല്ലിനൊന്നും വിലയില്ലാതെ നാളെ ഉണ്ടാക്കി അത് എടുക്കരുത്. 8ന്റെ പണിയാവണോ? ഉണ്ട് 3 മിനിറ്റ്. വീണ്ടും 600. താങ്ക് യു. ഈ പൂജ്യത്തിന് വരുന്ന ഞങ്ങൾ അത് എടുക്കൂലായിരുന്നു. എടാ നീ പറഞ്ഞതാണ് തെറ്റിപ്പോയത്. ഇന്ത്യയിലെ നിയമപ്രകാരം എത്ര വലിയ കുറ്റം ചെയ്ത സ്ത്രീയാണ് രാത്രി കാലങ്ങളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണോ? പറ്റുന്നത് അല്ലേ? പറ്റില്ല. കറക്റ്റ് ആൻസർ. ആണോ? ചുമ്മാ പറഞ്ഞതാ. കറക്റ്റാ. ശരിയാ. സ്ത്രീകളെ പകൽ സമയത്ത് വേണം പോയാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മജിസ്ട്രേറ്റിന്റെ ഇത് വേണം, അനുമതിയൊക്കെ വേണം. ഇതെങ്ങനെ അറിയണേ? അല്ല നിങ്ങൾ അങ്ങനെ സാധ്യതയേ ഇല്ലെന്ന് നേരത്തെ ക്വസ്റ്റ്യൻ മാമ നേരത്തെ PSC പോയിട്ടുള്ള അല്ല അപ്പൊ അതിന്റെയാ പറ. 7 പോയി. പക്ഷെ മാമൻ പഠിക്കും. പറയണ്ട. ചെറുതല്ല. 300 ഞങ്ങൾ വാങ്ങി തരും. താങ്ക് യു. നമ്മൾ എന്തിനാ കളിക്കുന്നത്? 2000. ഞങ്ങൾക്ക് ഒരെണ്ണം തരുമോ? നിങ്ങൾക്ക് 1000 തരുമോ? കുസൃതി ചോദ്യമാണേ. നമുക്ക് ജനുവരി തൊട്ട് ഡിസംബർ വരെ മാസങ്ങളുണ്ട്. അതിൽ ഏത് മാസത്തിലാണ് ആൾക്കാർ കുറച്ചൊന്ന് കുറവ് സംസാരിക്കുന്ന ഒരു മാസം? ഫെബ്രുവരി. ഫെബ്രുവരി കുറച്ചല്ലേ ഉള്ളൂ. കറക്റ്റ് ആൻസർ ബ്രോ. ഫെബ്രുവരി 28. പക്ഷെ 4 ബുദ്ധിമാൻ ബോക്സ് ഏതെടുത്താലും ഞങ്ങൾ എന്തിനാ കളിക്കുന്നത്? അതെ. നിങ്ങൾ നിർത്തി പോ. എന്തിനാ കളിക്കുന്നത് ഞങ്ങള്? നീ ഒരുപാട് ബുക്കൊക്കെ വായിക്കണല്ലേ, ഇതൊക്കെ ഇടയ്ക്ക് അടിച്ചൂടെ? 500. ഞങ്ങളില്ല. 500. നമ്മളില്ല. മെഹറൊക്കെ അറിയുന്നു. ഇത്രയും നാളെ ഒരുമിച്ച് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇല്ലെങ്കിൽ മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ ആ പാക്കപ്പിന്റെ ടൈമിൽ നിങ്ങൾ നേരത്തെ ഉള്ള പരിചയം ആയിരിക്കണമെന്നല്ല, ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ബോണ്ടായി അല്ലെ, എല്ലാ ദിവസവും കാണുന്നവരാണ്. ഒരാളുടെ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു അടിപൊളി ടീമായിരിക്കാം. ആ പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് രണ്ട് രീതിയിലാവും. സിനിമ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാവും, അല്ലെങ്കിൽ അത്രയും നാളത്തെ നിങ്ങളുടെ ആ ഒരു എല്ലാ ദിവസവും പോകുന്നു, അവിടുന്ന് ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു, ചില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷൂട്ട് കഴിയുന്നു, ആ ഒരു ഫീലിനെ പറ്റി നിങ്ങളൊന്ന് പറയാമോ? എനിക്ക് പേഴ്സണലി ലാസ്റ്റ് പോയപ്പോൾ നല്ല വിഷമം തോന്നി. വിഷമം. എല്ലാ നാളെ ഒരുമിച്ച് കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ആർക്കാലും ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റിയലൈസ് ചെയ്തു അങ്ങനെയാണ്. ഇനി ഇതുപോലെ അടുത്ത മൂവിയിൽ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ പല പല സൗഹൃദങ്ങളുണ്ടാവും. പക്ഷെ അത് അവിടുത്തെ അത് കഴിയുമ്പോൾ നമ്മളത് കളയണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറ്റണം എന്നൊക്കെ ഉള്ളൊരു മനസ്സിലായി. കളയണം മീൻസ് അത് വേണമെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ശരി. പക്ഷെ എപ്പോഴും അത് പറ്റിയെന്ന് വരത്തില്ല. ഇപ്പൊ ഷാമോന്റെ കേസ് ആണെങ്കിൽ ഷാമോൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. ശരി. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇല്ല. Why? But why? ഡിപ്പെൻസ് ഓൺ മൂഡ്.
അങ്ങനെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു സമയത്ത് മൂടുണ്ടാവില്ല എടുക്കുകയില്ല ആണല്ലേ? എനിക്ക് നേരിട്ട് എത്ര ആണെങ്കിലും സംസാരിക്കാൻ കഴിയും, പക്ഷെ ഫോണിൽ എനിക്ക് കുറെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. 1500 ഒക്കെ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, റെഡി? ഓക്കെ. ഒരു ഒച്ചിന് വിചാരിച്ചാൽ തുടർച്ചയായി എത്ര വർഷം വരെ ഉറങ്ങാൻ സാധിക്കും? ഒച്ച്. അയ്യോ, ആണോ? ഇത് കുസൃതിയാണ്. കുസൃതിയല്ല, കുസൃതിയല്ല. ഒരു ഒച്ച വിചാരിച്ച ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം. തുടർച്ചയായിട്ട് ഉറങ്ങാവും എണീക്കാതെ? എത്ര വർഷം? വർഷം. എത്ര വർഷം വരെ തുടർച്ചയായി ഉറങ്ങാൻ പറ്റും? നീ വായിച്ച ബുക്കിൽ ഉറങ്ങാൻ പറ്റുമോ? അതായത് അസ്യൂം ചെയ്തോ 4 വർഷം 5 വർഷം കഴിച്ചു 5 വർഷം. അല്ല, കുറേ അടിച്ചിട്ടേ പറയാവുള്ളൂ. 20 വർഷം. 30. അത്ര ആയുസ് ഉണ്ടാവില്ല. ഏതിൽ താഴെ? ഒരു അക്കത്തിന്റെ താഴെ പറ. ഫസ്റ്റ് പറഞ്ഞതിന്റെ കുറച്ച് ക്ലോസ് ആയിരുന്നു. എത്രയായിരുന്നു 5 പറഞ്ഞു? വർഷം. അതെന്തിനാ? 4 വർഷം. ബസർ ഞങ്ങൾ അടിച്ചേ. ആ, ഓക്കെ. നിങ്ങൾ പറ. 4 അങ്ങ് പറയാ. 1. 4. അല്ല, 6 വർഷം. ആ ഓക്കെ. 3. സോറി, ഞാൻ വിചാരിച്ചു 4 തെറ്റിക്കുമ്പോ അവിടെ 3 പറയുന്നു. 2. ഇനി ഏതാ പറയാ? നിനക്കൊരു ക്ലൂ ഒന്നുണ്ട്, മുഖത്തൊരു എക്സ്പ്രഷൻ എങ്കിലും എത്ര തന്നെയുള്ള? അവർക്ക് എടുക്കുന്നുണ്ടോ? അടുത്ത ഞാൻ സഹായിക്കും. 11. 11. 200. താങ്ക് യു. മതി. 2 ജ്യൂസിനുള്ള പൈസ. മെഹർ നീ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഒരു ഈസി ഞാനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ? ഒന്നുമില്ല, നിന്റെ ഫുട്ബോൾ റീൽസിലൊക്കെ ലൈക്ക് ചെയ്യുന്ന നമ്മള്. കുസൃതി ചോദ്യമല്ലേ? ഓ, കണ്ണൊക്കെ കാണിക്കുന്നുണ്ട്. ഷാമോന്റെ വീക്ക്നെസ് ആണ്. ഓക്കെ, പൊടി. അപ്പൊ മനസ്സിലായോ? കണ്ണ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ? അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല. കേട്ടോ? ലോജിക്കൽ ബുദ്ധി കൂടുതലാണ് കേട്ടോ. ഇവള്. വേണമെങ്കിൽ ഇതിലാണ് നിന്ന് ഇങ്ങോട്ട് ഒരു ടീമാ. എനിക്ക് ഇങ്ങനെ 0 Okay. ഹീറോ ആക്കുന്ന ഇഷ്ടം. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ യഥാർത്ഥ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ലോകത്തിൽ ഏറ്റവും ജനപ്രിയമായ ഒരു ഹാഷ്ടാഗ് ഉണ്ട്. അതെന്താണ്? FIP. അല്ല, FIP പോലും. അടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ട്രെൻഡിങ് അല്ല. ഒരു ഹാപ്പി വേർഡ് ആണ്. അല്ല, ഫൺ അല്ല, ഹാപ്പി. അല്ല, അല്ല. ഞാൻ പറയട്ടെ, ആ, പറ. കോമഡി. അല്ല. ലവ്. ഭാഗ്യം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവർക്കും കാണിച്ചു ആ ഇങ്ങനെ കാണിച്ചു കൊടുത്തൂലേ? പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടില്ല. ഇവര് ബസ് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇല്ല, ഇത് ഒത്തുകളിയാ. ഒത്തുകളിയാ. ഞാൻ ചുമ്മാ കാണിച്ചു കൊടുത്തു. അപ്പൊ ശരിക്കും കാണിച്ചു കൊടുത്തു. പറയട്ടെ, അങ്ങനെയെങ്കിലും പറയട്ടെ എന്ന് ഓ, വിചാരിച്ചു. അങ്ങനെ അവർക്ക് 150 കിട്ടാന്ന് കിട്ടട്ടെ. കോമഡി ട്രെൻഡിങ് മാറ്റി പിടിക്കുന്നില്ല. വേണ ഇത് നിങ്ങളെടുത്തോ? വേണ ഓക്കെ. 15. പക്ഷെ ഞങ്ങൾക്കില്ല. നിങ്ങൾക്കല്ല. അവരുടെ ഒരു ലവ് 1000. ആദ്യം മെഹറിന് ജ്യൂസ് ഉണ്ട് ഇത് കഴിഞ്ഞ. വേറെ കളകളില്ലട്ടാ. ഒരു കളക്കളയും ഇനി ശ്രദ്ധിക്കണം. ചെയ്യാൻ പാടില്ലടി. അത് വളരെ മോശം. അതെ. അഴുക്ക പിള്ളേർ. ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ്. അതെ. ഒന്നുമില്ലേലും നിന്റെ വീഡിയോസിന് എപ്പോഴും ഒരു ആൻസറിന് ഒരു പെട്ടി കൊടുത്ത ആളാ 3 4 പറഞ്ഞു. എത്തിക്കൽ ഹാക്കിംഗ്. അത് നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറഞ്ഞായിരുന്നു. പക്ഷെ അവരാണ് ഫസ്റ്റ് ഞാൻ ഉത്തരം പറയാം. രണ്ടുപേരും പ്രയോറിറ്റി point വേണം. ബ്രോ. മാൻ KGF-ലെ വില്ലന്റെ മുഖം വെച്ചിട്ട് ഇവർക്ക് ബുദ്ധിയിലായിരുന്നു. അവർക്കും അങ്ങനെ പറ. ബുദ്ധി അങ്ങനെ ഒരു കാരണവശാലും ബുദ്ധിയില്ല. അതെ നെവർ. കാണാൻ തെറ്റാണ്. ബുദ്ധിയില്ലായിരുന്നു. ഏത് വലിയ ആഡംബര ഹോട്ടലിലും നിയമപരമായി ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 2 സാധനങ്ങൾ. കുസൃതിയാണോ? കുസൃതിയല്ല, ലോജിക്കൽ ആയിട്ടുള്ള കുസൃതി. അതായത് ലക്ഷറി ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ പൈസ കൊടുക്കാതെ നമുക്കത് ഉപയോഗിക്കാം. പറ്റും. സോപ്പ് ആൻഡ് ഷാമ്പു വന്നോ? നോവേ. അതായത് റൂം എടുത്താലല്ലേ ഇത് എൻട്രൻസ് റൂം ബാത്റൂം ആണോ? 2 കാര്യങ്ങളുണ്ട്. എന്താ? ബാത്റൂം ആണോ? ആ, ഒന്ന്, ഒന്നുകൂടെ ഉണ്ട്. 10 സെക്കൻഡിനുള്ളിൽ പറയണ അല്ലേ അവർ 2 ആൻസറും പറയും. 1. ഇല്ല, ഇപ്പൊ പറയാൻ പറ്റില്ല. ടിഷ്യൂ പേപ്പർ അല്ല. ഇനി നിങ്ങൾ പറയണം. ക്ലോസ്. എല്ലാ ആഡംബര ഹോട്ടലിലും സമയമില്ല, 10 സെക്കൻഡേ ഉള്ളൂ. ആ ബാത്റൂം വെള്ളം. 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 Yes. അവരാ പറഞ്ഞത്. Yes, yes, yes. അല്ല, ഇത് വെള്ളം അതെങ്ങനെ പറഞ്ഞേ. അതെങ്ങനെ ഞാൻ ബാത്റൂമും വെള്ളം എന്ന് പറഞ്ഞു. ഞങ്ങളാണല്ലോ ബസർ അടിച്ചത്. അതിന്റെ ഇടയിൽ എന്തിനാ കയറി പറഞ്ഞേ? ബാത്റൂം അവരാ പറഞ്ഞത്. ആ ബാത്റൂം വെള്ളം. വെള്ളം ഞങ്ങൾ ആ വെള്ളം ഞങ്ങൾ പറഞ്ഞു. രണ്ടാക്കും കൊടുക്കും. രണ്ടാക്കും വേണം. Already ഞാൻ പറഞ്ഞായിരുന്നു ടൈം പോയി. ഇനി ഈ 2 പേർക്ക് പറയാൻ. അതെ. ഇവര് ബാത്റൂം ബാത്റൂം വെള്ളം. വെള്ളം ഇവരെ എന്നാ പറഞ്ഞേ. സപ്പോർട്ട് ചെയ്യുന്നേ. പക്ഷെ ബാത്റൂം അല്ല, ഇത് ഫസ്റ്റ് ഇവരല്ലേ ഞാൻ പറഞ്ഞേ. നിയമപരമായിട്ട് നമുക്ക് 10 രൂപയുള്ളേ. റൂള് കഴിഞ്ഞ് എന്നാൽ 2 പേർക്കും പോയിന്റ് എടുത്തോട്ടെ. പോരെ. ഓക്കെ. എടുത്തോളൂ. ഇപ്പൊ സമാസമായി. വൈ
പക്ഷെ അവർക്കാണ് കിട്ടേണ്ടത്. പക്ഷെ ഐ ഹാവ് എ അല്ല കുഴപ്പം ഇതിലെ കിട്ടേണ്ടതായിരുന്നു പുലിക്ക് ഫസ്റ്റ് ഓടിയത് ഞാൻ. എന്നാ ഇവരെടുത്തോട്ടല്ലേ? കുറെ ആയില്ലടാ. 1500 ഞങ്ങൾ കൊടുക്കും. ഇവരെടുത്തോട്ടെ, കാരണം ഓൾറെഡി ഇതിപ്പോ നല്ല പോയിന്റ്സാ. ഒന്നും ഇല്ലെന്ന്. എടുത്തോ, ഇത് ഫുൾ 50 രൂപ എടുത്തു. എടാ ചില്ലറ വല്ല ബാക്കിയുണ്ടോ? നമുക്ക് ഇതൊക്കെ ഉള്ളൂ. എടാ 200 എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? വേണ്ട ആവശ്യം. റൂം എടുക്കാൻ. അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ബസ്റഡിയിലെ ടീം നമ്പർ ബി, അതായത് നമ്മുടെ ഷാമുവിനും മാമിനും രണ്ടുപേരെ മതി. രണ്ടുപേരും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങളാണ് വിന്നേഴ്സ്. അപ്പൊ അതിന് മുമ്പ് വിന്നേഴ്സ് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. 4 പേരെ ഇൻവൈറ്റ് ചെയ്യാം, 5 പേരെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിനെസ്സിലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുന്ന സിനിമ, ഇവരുടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കിടിലം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവരുടെ കിടിലം മൂവിയാണ് റിലീസ് ആകാൻ പോകുന്നത്. ഇറ്റ്സ് എ ഫൺ ഹൊറർ റൊമാൻറ്റിക് ആൻഡ് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റൽ ലൈഫും എല്ലാം ഉള്ള പ്ലോട്ടുള്ള പക്ഷെ വേറെ സ്റ്റോറി ഉള്ള ഒരു മൂവിയാണ്. 10 രൂപ കേട്ടോ. അതെ, ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് മഹാരാജ ഹോസ്റ്റൽ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ആസ്വദിക്കാൻ പറ്റുന്ന, ഫാമിലിക്കും പിള്ളേർക്കും നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും റിലേറ്റബിൾ ആവാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കണം. താങ്ക് യു. ആൻഡ് ടുഡേസ് വിന്നേഴ്സ്, നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആണ് കേട്ടോ. എല്ലാവരും വിന്നേഴ്സ് ആണ്. ആ കണ്ണീര് കുറച്ചിട്ട് പറ. ഇച്ചിരി കുറഞ്ഞു പോയി. എന്നാലും ഇത് കുറച്ച് കൂടി പോയി. നീ കണ്ടല്ലോ, ഞാൻ കണ്ടില്ല. ഫോണിലാണ് പറഞ്ഞത്. കാണിച്ചു കൊടുത്തിട്ടുണ്ടോ?